നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയേ ചാരുശീലെ അധ്യായം 13. കറുത്തേടത്തില്ലത്ത് മുറ്റമടിക്കാൻ വരുന്ന പെണ്ണ് രാവിലെ ചപ്പും ചവറും കൊണ്ടുപോയി തെങ്ങിൻ ചുവട്ടിലിടുമ്പോൾ തടത്തിൽ ഒരു ഏലസ് കിടന്ന് മിന്നുന്നു. വെള്ളിയാണ്. എടുത്തു നോക്കിയപ്പോൾ ഒപ്പം മഞ്ഞച്ചരടും ഉണ്ടായിരുന്നു. പെണ്ണ് അതും കൊണ്ട് വടക്കുംപുറത്ത് പോയപ്പോൾ ഉണ്ണിമ തേങ്ങ അരയ്ക്കുകയാണ്. ആരാണ്ടടെ ഏലസ് പൊട്ടി തെങ്ങും തടത്തിൽ കിടക്കണോ കുഞ്ഞാത്തോലെ? ഇവിടുത്തെ അല്ലെന്ന് നോക്കിയേ. ഉണ്ണീമ നോക്കി. വെള്ളിയിൽ തീർത്ത ഏലസ്. അവളുടെ ഉള്ളിൽ ഒരു മിന്നൽ പിടഞ്ഞു. ആ വെട്ടത്തിൽ അവൾക്കൊരു സത്യം കാണാനായി. ആ രാത്രിയിൽ ആരാണ് നങ്ങിയമ്മയെ ഉപദ്രവിക്കാൻ ചെന്നതെന്ന്. വാസുവേട്ടന്റെ അപ്പൂട്ടന്റെ ഏലസുകൾ സ്വർണമാണ്. നങ്ങിയമ്മ ബഹളം വെച്ച് ആളുകൾ അറിഞ്ഞാൽ കുറ്റം വാസുവേട്ടന്റെ അപ്പൂട്ടന്റെ ചുമലിൽ വയ്ക്കാനായി തന്ത്രപൂർവ്വം ദാസേട്ടൻ വില കുറഞ്ഞ വെള്ളിയേലസ് വാങ്ങി ദേഹത്ത് ധരിച്ചതാണ്. രാത്രി തന്നെ അത് പൊട്ടിച്ച് വെളിയിലേക്ക് എറിയുകയും ചെയ്തു. നിർമ്മലേട്ടത്തിയുടെയും ദാസേട്ടന്റെയും കിടക്കറയുടെ ജനാലിൽ നിന്ന് ആഞ്ഞെറിഞ്ഞാൽ സാധനം തെങ്ങിൻ തടത്തിൽ തന്നെ ചെന്ന് വീഴും. വെറും വായ നോക്കി മാത്രമല്ല ദാസേട്ടൻ, കുശാഗ്രബുദ്ധിയുമാണ്. ഇനി അയാളെ വെറുതെ വിടാൻ പാടില്ല. അമ്മണിക്കുട്ടി ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം, മുറ്റമടിക്കുന്ന പെണ്ണിനോട് ഉണ്ണീമ പറഞ്ഞു. ഈ ഏലസ് ആരുടേതാണെന്ന് ചോദിക്കട്ടെ. അവൾ തിരിഞ്ഞ് ഉമ്മറത്തേക്ക് നടന്നു. ഞായറാഴ്ചയാണ്. ഭാഗ്യത്തിന് എല്ലാവരും ഉണ്ട് ഇല്ലത്ത്. അപ്പോട്ടനും ദാസേട്ടനും നിർമ്മലേട്ടത്തെയും ഗിരിചേട്ടത്തെയും കൂടി തളത്തിൽ വട്ടമിരുന്ന് ചെസ് കളിക്കുകയാണ്. തളത്തിലെ ആട്ടുകടലിൽ മലർന്നു കിടന്ന് വാസുവേട്ടൻ ഏതോ ഇംഗ്ലീഷ് നോവൽ വായിക്കുന്നു. ഇംഗ്ലീഷിലുള്ള കുറ്റാന്വേഷണ കഥകൾ എന്നും മൂപ്പർക്ക് ഹരമാണ്. ചെസ് കാണാൻ അമ്മ അന്തർജനം കസാര കൊണ്ടിട്ട് ഇരിക്കുന്നുണ്ട്. തളത്തിലെത്തിയ ഉണ്ണീമ എല്ലാവരെയും ഒന്ന് ഒഴിഞ്ഞു നോക്കി. എന്നിട്ട് ആ ഏലസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്വേഷിച്ചു, ആരുടെയാ ഈ ഏലസ്? വടക്കിനിയുടെ പിന്നിലുള്ള തെങ്ങിൻ തടത്തിൽ നിന്ന് അമ്മണിക്കുട്ടി എടുത്തുകൊണ്ട് വന്നതാ. എല്ലാവരെയും സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഉണ്ണീമ. ആദ്യ അന്വേഷണത്തിൽ തന്നെ ഭവദാസിന്റെ മുഖത്ത് നടുക്കമുണ്ടായി. പിന്നെ ചോദ്യം കേട്ടില്ല എന്ന മട്ടിൽ കളിയിലേക്ക് ശ്രദ്ധ വെച്ചു. എന്റെ ഈശ്വര എന്ന് മന്ത്രിച്ചുകൊണ്ട് അപ്പട്ടൻ തന്റെ കൈ പരിശോധിച്ചു. പിന്നെ ചിരിയോടെ അറിയിച്ചു, എന്റേത് ഇവിടെ തന്നെയുണ്ട്. വാസുവിൻ്റെതാവും. വാസുവിന്റെ പ്രതികരണം സാവധാനത്തിലായിരുന്നു. വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിൽ നിന്ന് കണ്ണെടുക്കാതെ വളരെ പതുക്കെ അയാൾ ചുമലിൽ നിന്ന് താഴേക്ക് കൈയോടിച്ചു. രക്ഷയിൽ കൈ തടഞ്ഞതും നിസ്സംഗമട്ടിൽ പറഞ്ഞു, എന്റേതുമല്ല. എന്ന് വെച്ച് കളഞ്ഞു കിട്ടിയ പൊന്ന് കളയണ്ട. അകത്തെ തകിട് മാറ്റിയാൽ മതി. കൂട് ഇനി ഉപയോഗിക്കാം. അതിന് സ്വർണം ഒന്നുമല്ല ഇത്. ഉണ്ണിമ ചിരിച്ചു. വെള്ളിയോ അതിലും കുറഞ്ഞ എന്തേലുമോ ആണ്. എങ്കിൽ കൊണ്ടുപോയി ആ തെങ്ങിൻ ചുട്ടിലേക്ക് തന്നെ വലിച്ചെറിയ കുട്ടി. ഭവദാസന്റേതായിരുന്നു ആ അഭ്യർത്ഥന. അപ്പോ ദാസേട്ടൻ ഇത് വേണ്ടേ? ഉണ്ണിമ ചോദിച്ചു. എത്ര വില കുറഞ്ഞതായാലും ദാസേട്ടൻ കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ, വെറുതെ കളയണോ? ഞാനോ? ഭവദാസൻ ഞെട്ടി. എന്താ അസംബന്ധം? അയാൾ ക്രുദ്ധനായി ഉണ്ണീമയെ നോക്കി. നിർമ്മലയുടെ മുഖത്തും ശുണ്ഠി പ്രകടമായി. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലല്ലോ ദാസേട്ടന്റെ കൈമേലെ ഏലസ്. എന്നുവെച്ചാ രാത്രിയില് ആരും കാണാതെ കെട്ടിയതല്ലേ? ആരെങ്കിലും കാണും മുമ്പേ പൊട്ടിച്ചെറുകയും ചെയ്തില്ലേ? ഉണ്ണീമ വിട്ടില്ല. എന്തു കിറുക്ക ഈ ഏട്ടാഭാഗവതി പറയണത്? ആര്യന്തർജനത്തിന് ക്ഷോഭം വന്നു. അവൻ്റേതല്ലെന്ന് പറഞ്ഞിട്ടും തലയിൽ വെച്ച് കെട്ടാൻ നോക്കുക. ഇവള് തന്നെ തെറിപ്പിച്ചതാവും അത്. വല്ല ക്ഷുദ്രവും അടക്കം ചെയ്തിട്ടുണ്ടാവും. ഉവ്. നിർമ്മല ശരിവെച്ചു. പിന്നെ വാസുദേവനെ നോക്കി. ഞങ്ങളെ ഇവിടുന്ന് ഓടിക്കാനായിട്ടാവും. പെട്ടെന്ന് വാസുദേവൻ ആട്ടുകട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം അടച്ചുവെച്ചു. എന്താ ഉണ്ണി കാര്യം? അയാൾ വേളിയെ നോക്കി. വാനക്കിടയിലും വാസുദേവൻ ആ സംഭാഷണം മൊത്തം ശ്രദ്ധിച്ചിരുന്നു. ഉണ്ണിമയുടെ സംസാരത്തിന് പിന്നിൽ എന്തോ ഉണ്ട്. അന്നു രാത്രിയിലെ ആ സംഭവമില്ലേ വാസുവേട്ടാ? ഉണ്ണിമ വിശദീകരിച്ചു. ഉറക്കത്തിൽ നങ്ങയെ ആരോ ഉപദ്രവിക്കാൻ വന്നെന്ന് പറഞ്ഞത്? ഉണ്ണിമ തിരിഞ്ഞ് ഭവദാസിനെ ഒന്ന് നോക്കി. ഭവദാസൻ വിറച്ചു. അയാളുടെ കയ്യിൽ രക്ഷ കെട്ടിയിട്ടുണ്ടായിരുന്നു എന്നാ നങ്ങ പറഞ്ഞത്. വാസുദേവൻ ഞെട്ടലോടെ ഉണ്ണിമയെ നോക്കി. പിന്നെ ഭവദാസിന്റെ നേർക്ക് കണ്ണുകൾ തിരിച്ചു. ഭവദാസിന്റെ മുഖത്ത് പരിഭ്രമം വർദ്ധിച്ചു. നിർമ്മല മൂക്കിൽ വിരൽ ചേർത്തു. അതിന് അപ്പോട്ടന്റെ വാസുവേട്ടന്റെ കയ്യിലല്ലേ രക്ഷയുള്ളത്? ഇന്നുവരെ രക്ഷ കെട്ടിയിട്ടില്ലാത്ത ആളെ നേർക്കെന്തിനാ എല്ലാവരും ഇങ്ങനെ വീഴ്ച നോക്കണത്? ആ വാചകം ഗിരിജയെയും അപ്പുക്കുട്ടനെയും ബാധിച്ചു. സംശയത്തോടെ ഗിരിജ അപ്പുക്കുട്ടനെ നോക്കി. നിഷ്കളങ്ക ഭാവത്തിൽ അപ്പുക്കുട്ടൻ കൈമലർത്തി. അപ്പൂട്ടന്റെ വാസുവേട്ടന്റെ കയ്യില് രക്ഷയുള്ളതുകൊണ്ട് നങ്ങിയും അവർ തന്നെയാ സംശയിച്ചത്. അതുകൊണ്ടാ അവൾ ഇറങ്ങിപ്പോയതും. പക്ഷേ എനിക്കറിയാം അപ്പൂട്ടനും വാസുവേട്ടനും അത് ചെയ്യില്ല. പിന്നെ എങ്ങനെ നങ്ങിയമ്മയ്ക്ക് അത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായിന്നാ അതിശയായിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ എല്ലാം മനസ്സിലായി. തെങ്ങിൻ തടത്തിന് ഈ അരസ് കിട്ടിയപ്പോ. ഉണ്ണിമ എല്ലാ മുഖങ്ങളിലൂടെയും കണ്ണോടിച്ചു. എന്ത് മനസ്സിലായിന്നാ ഉണ്ണിമ പറഞ്ഞുകൊണ്ട് വരുന്നത്? നിർമ്മല ചോദിച്ചു. നങ്ങിയമ്മയെ ഉപദ്രവിക്കാൻ ചെന്നത് വാസുവേട്ടനോ അപ്പോട്ടനോ ആണെന്ന് കരുതാൻ വേണ്ടി മനഃപൂർവ്വം ഒരു ഏലസുണ്ടാക്കി കയ്യിൽ കെട്ടിക്കൊണ്ട് ആരോ ചെയ്ത പണിയാ. ഉണ്ണീമ പറഞ്ഞു. അതേതായാലും പുറത്തുനിന്നുള്ള ആളല്ല താനും. വാതിലുകളെല്ലാം അകത്തുനിന്ന് ബന്ധിച്ചിരിക്കുകയായിരുന്നല്ലോ. ആളാരണെന്ന് നിർമ്മലട്ടത്തിക്ക് അറിയാൻ കഴിയില്ലെങ്കിലും ഗിരിജേട്ടത്തിക്ക് ഊഹിക്കാനാവും. എനിക്കും അറിയാം. ഗിരിജയുടെ മുഖം കുനിഞ്ഞു. അപ്പുക്കുട്ടൻ പല്ലിഞ്ഞരിച്ചുകൊണ്ട് ഭവദാസിനെ നോക്കി. ഭാര്യ സഹോദരന്മാരുടെ ഭാര്യമാരെ വെറുതെ വിടാത്ത മഹാൻ ഒരന്യകുട്ടിക്ക് ഇളവ് അനുവദിക്കുമോ? കത്തുന്ന മിഴികളോടെ ഉണ്ണിമ ഭവദാസിനെ നോക്കി. നാണം കെട്ട കാര്യമായതുകൊണ്ട് ഇത്രയും നാൾ ക്ഷമിച്ചു. ഇപ്പോഴെങ്കിലും ഇതെല്ലാവരും അറിഞ്ഞേ പറ്റൂ. ആ അയലസിംഗ് താ. ഉണ്ണിമയുടെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങി വാസുദേവൻ. ഒരു കമ്പി കഷ്ണം എടുത്ത് അതിന്റെ മൂടി തുറന്നു. അകത്തുനിന്ന് ഒരു ചെറിയ കടലാസ് ചുരുൾ പുറത്തെടുത്തു.
അപ്പുക്കുട്ടനും അരികിലെത്തി. അത്ഭുതത്തിൽ അയാൾ കണ്ണുകൾ വിടർത്തി. അപ്പോ തകിടല്ലോ വാസു അതിനുള്ളിൽ. ഒരു രാത്രിയിൽ നാടകത്തിന് തകിടിന്റെ ആവശ്യം താപ്പുവേട്ടാ. വാസുദേവൻ പൊട്ടിച്ചിരിച്ചു. വീണ്ടും ഭവദാസിനെ നോക്കി. ദാസേട്ടൻ ആള് മിടുക്കൻ തന്നെ. ഭ ആര്യന്തർജനം ഭവദാസിന്റെ മുഖത്തേക്ക് ഒരാട്ട്. ഇത്രയ്ക്കൊരു കീജനാണ് നീയെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നിട്ട് എന്റെ ആൺകുട്ടികളുടെ തലയിൽ കുറ്റം ചാരാൻ നോക്കി ഇല്ലേ? എന്റെ കൺവട്ടത്തിൽ ഇനി കാണരുത്. അമ്മ ഇങ്ങനെ തിരുമെന്ന് ആരും വിചാരിച്ചില്ല. അതോടെ നിർമ്മല കരയാൻ തുടങ്ങി. എന്നാലും എന്നോട് ഇത് ചെയ്തല്ലോ എന്റെ ദാസേട്ടൻ. ചീ മോങ്ങാതെടി മൂദേവി. അന്തർജന മകളെ ശാസിച്ചു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ മുഖത്ത് ചാണകത്തിൽ മുക്കിയ ചൂലും കൊണ്ട് അടിക്കും. കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ ഭവദാസൻ എഴുന്നേറ്റു. അപ്പോൾ തന്നെ സ്വന്തം സാധനങ്ങളും എടുത്ത് പുറപ്പെട്ടു. നിർമ്മല കരഞ്ഞു. മറ്റാരും ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് അത്താഴ സമയത്ത് അപ്പുക്കുട്ടൻ എല്ലാവരോടുമായി ഒരു വാർത്ത പറഞ്ഞു. രാമനാഥനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് കേട്ടു. വലതുകാലം മുറിച്ചു കളഞ്ഞുത്രേ. നൊന്തതുപോലെ ഉണ്ണിമ ഒന്ന് പിടഞ്ഞു. ആക്സിഡന്റിൽപ്പെട്ട് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ടും എങ്ങനെ ഇരിക്കുന്നുവെന്ന് ആരോടെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു ഉണ്ണിമയ്ക്ക്. അത്രയ്ക്ക് ചീത്തപ്പേരുള്ള മനുഷ്യൻ. പക്ഷേ ആ വിധി അല്പം ക്രൂരമായി പോയെന്ന് അവൾക്ക് തോന്നി. കാണാൻ പോണില്ലേ? അപ്പുക്കുട്ടൻ ദേവനെ നോക്കി. സ്വന്തം ഏട്ടനേക്കാൾ പ്രിയപ്പെട്ട ആളായിരുന്നല്ലോ. പോണം. വാസുദേവൻ ഊണ് മതിയേക്ക് എഴുന്നേറ്റു. എത്ര കൊള്ളരുതാത്തവനായാലും ഈ സമയത്ത് ഒന്നും ചെന്ന് കാണാതിരിക്കാൻ വയ്യ. ആ നല്ല മനസ്സിൽ ഉണ്ണിമയ്ക്ക് ആദരവ് തോന്നി. ഉച്ചയൂണ് കഴിഞ്ഞ് ഓഫീസിലേക്ക് മടങ്ങാൻ നേരം വാസുദേവൻ ഉണ്ണിമയോട് പറഞ്ഞു. വൈകുന്നേരം ഞാൻ കുറച്ച് താമസിച്ചേ വരൂ. എന്താ വാസുവേട്ടാ? ഉണ്ണിമയ്ക്ക് ഉത്കണ്ഠയായി. രാമേട്ടൻ്റെ അടുത്ത് വരെ ഒന്ന് പോണം. ആക്സിഡന്റ് ആയി എന്നറിഞ്ഞിട്ടും ഒന്ന് ചെന്ന് കാണാൻ പറ്റിയില്ല. പിന്നീട് ആ ചിന്ത വന്നില്ല എന്നതാ സത്യം. കാല് മുറിച്ചു കളഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരല്ലോ. ഉണ്ണീമ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അഴുക്കു പിടിച്ച ജീവിതമാണെന്നേ അർത്ഥമുള്ളൂ. പക്ഷേ ആ മനസ്സ് ശുദ്ധമാ, സ്നേഹമുള്ളവനുമാ. നിന്നെ എനിക്ക് കിട്ടിയതുപോലും അയാളിലൂടെയാ. ആ ഒരു നന്ദിയുണ്ട് എനിക്ക്. ഉണ്ണീമയുടെ ഓർമ്മയിൽ ആ ഭയാനക രാത്രിയായിരുന്നു ഉദയൻ എന്നവൻ തന്നെ കുരുക്കിൽപ്പെടുത്തി രാമനാഥന്റെ കൊട്ടാര സദൃശ്യമായ വീട്ടിൽ എത്തിച്ചത്. അയാളുടെ ആജ്ഞയ്ക്കനുസരിച്ച് അവസാനമായി നൃത്തം ചെയ്തത്. പിന്നീട് ഒരിക്കലും കാലിൽ ചിലങ്ക കിട്ടിയിട്ടില്ല. മനഃപൂർവ്വമല്ല, വിധി അതായിരുന്നു. ഉണ്ണി എന്താ ഓർക്കണത്? വാസുദേവൻ ചോദിച്ചു. ഒന്നുമില്ല വാസുട്ടാ. അവൾ പുഞ്ചിരിച്ചു. ഉച്ചയ്ക്ക് ഞാനിങ്ങോട്ട് പോരും വഴി വണ്ടി ഒന്ന് സ്കിഡ് ചെയ്യാൻ ഒരുങ്ങി. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. ഞാനിപ്പോൾ ഉണ്ണിയെക്കുറിച്ച് ഓർത്തു. മുമ്പ് ഒരു ആക്സിഡന്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതാ. നിന്റെ വ്രതങ്ങളുടെ ശക്തി കൊണ്ടാവും. മോന്റെ ജാതകപ്രകാരം അച്ഛന് ആപത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയൊന്നും പറയണ്ട. ഉണ്ണിമ വാസുദേവന്റെ വായ പൊത്തി. ജ്യോത്സ്യം 50% വിശ്വസിച്ചാൽ മതി. ചാൻസ് ചൂണ്ടിക്കാട്ടുന്നു എന്നേ ഉള്ളൂ. പോരെങ്കിൽ ആപത്തുണ്ടാവുമെന്ന് പറഞ്ഞു. ഒപ്പം അതിൽ നിന്ന് രക്ഷപ്പെടുമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെന്താ? ആ വാസുദേവൻ ചിരിച്ചു. ചത്ത് തുലയാതിരുന്നാൽ മതി. നിന്റെ ഒപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്തോണ്ടാ. രാമേട്ടൻ തന്നെ കാര്യം നോക്ക്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരിലും ഓർത്താണോ? ഉണ്ണിമയുടെ കണ്ണുകൾ നനഞ്ഞു. വാസുദേവൻ അത് കണ്ടില്ല. അയാൾ വണ്ടി സ്റ്റാർട്ടാക്കി പുറത്തേക്ക് ഓടിച്ചുപോയി. ഭവദാസന്റെ തനിനിറം വെളിവായതോടെ നിർമ്മലയ്ക്ക് ഇല്ലത്തുണ്ടായിരുന്ന സ്ഥാനം ഒതുങ്ങി. ആ ഒച്ചയും ബഹളവും നിലച്ചു. തനിച്ചു കിട്ടിയപ്പോൾ ഗിരിജ ഉണ്ണിമയെ അഭിനന്ദിച്ചു. ഏതായാലും ഉണ്ണിമയുടെ തന്റെ ഇടം എനിക്കുണ്ടായില്ല. ആദ്യം കണ്ടപ്പോഴൊക്കെ ഉണ്ണി ഒരു പാവാണെന്നാ ഞാൻ നനച്ചതും. പാവായിരുന്നു ഏട്ടതി ഞാൻ. വ്യസനത്തിലാണ്, ഉണ്ണിമ പറഞ്ഞു. പക്ഷേ പാവായിരിക്കാൻ ആളുകൾ സമ്മതിക്കണ്ടേ? അതോണ്ടാ. എന്നുവെച്ച് ദാസേട്ടന്റെ ശല്യം എന്നേക്കുമായി തീർന്നെന്ന് സന്തോഷിക്കണ്ടാട്ടോ. നമ്മളിതൊക്കെ അങ്ങ് മറക്കും മുമ്പേ നിർമ്മലേട്ടത്തി മൂപ്പരെ വിളിച്ചു വരുത്തും. അല്ലെങ്കിൽ നാണം കെട്ടിങ്ങ് പോരാനും മതി. ഗിരിജ ചിരിച്ചു. രാമനാഥനെ കണ്ടിട്ട് വന്ന വാസുദേവൻ ഉണ്ണിമയോട് പറഞ്ഞു. കഷ്ടായിരിക്കുന്നു രാമേട്ടന്റെ കാര്യം. ചിറകു മുറിഞ്ഞ പക്ഷിയെപ്പോലെ ഒരു വീൽ ചെയറിൽ. അയാളെപ്പറ്റി മുമ്പ് കേട്ടതെല്ലാം മറന്നു ഞാൻ. ശമ്പളത്തിന് 2 കൂട്ടി താമസക്കാരുണ്ട്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും. ഒരു മതിൽക്കെട്ടിനപ്പുറത്ത് പെറ്റമ്മയും 2 സഹോദരന്മാരുണ്ട്. ഒരെണ്ണം തിരിഞ്ഞു കയറുന്നുണ്ടോ? ഉണ്ണീമയുടെ മിഴികൾ വിടർന്നു. അതെന്താ അങ്ങനെ? അതെന്താന്ന് ചോദിച്ചാൽ അപ്പോട്ടൻ പറഞ്ഞത് ഉണ്ണി കേട്ടുലോ. എനിക്കും അപ്പോട്ടനും ഒരേ ബന്ധാ രാമേട്ടനോട്. എന്നിട്ട് ഈ അവസ്ഥയിലും ആ പേര് പറയുമ്പോൾ പുച്ഛമല്ലേ നോക്ക്. അമ്മയും സ്വന്തം ഏട്ടന്മാരും വളരെ മുമ്പേ രാമേട്ടനെ പുറന്തള്ളിയതാ. കാരണം അമ്മ നിശ്ചയിച്ച വിവാഹം തട്ടിക്കളഞ്ഞു. തമിഴ്നാട്ടുകാരിയായ ഒരു നർത്തകി ഇല്ലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. എന്നിട്ട് അന്ന് രാമേട്ടൻ താമസിക്കുന്ന കണ്ണെഴുത്തുമാളിക ഒഴിവാക്കിക്കൊണ്ട് തറവാട് മതിൽ കെട്ടിത്തിരിച്ചു. പിന്നീട് അവരാരും കണ്ണെഴുത്തുമാളികയിലേക്ക് കടന്നിട്ടില്ല. ആ കണ്ണെഴുത്തുമാളിക ഉണ്ണിമയുടെ ഓർമ്മയിലുണ്ടായിരുന്നു. ഉദയൻ തന്നെ ചതിച്ചെത്തിയ സ്ഥലം. ഒരു രാത്രിയിലെ കുറച്ചു മണിക്കൂറുകൾ. രാജസദസ്സിന്റെ ചായുള്ള ആ ഹാൾ മാത്രമേ അവളുടെ ഓർമ്മയിലുള്ളൂ. അവിടെ വെച്ച് ഹൃദയം നൊന്ന് നൃത്തം ചവിട്ടിയതും. പക്ഷേ ഉണ്ണിമയ്ക്ക് ഇപ്പോൾ രാമനാഥനോട് വെറുപ്പില്ലായിരുന്നു. രാവണനഗരിയിൽ കഴിഞ്ഞ സീതയ്ക്ക് എന്നും ആ ഓർമ്മ കയ്ക്കുന്നതും നടക്കുന്നതുമായിരിക്കാം. എന്നാൽ ഉണ്ണിമ ഈ രാവണന്റെ ഹൃദയാലുത്വം കണ്ടതാണ്. നിശ്ചിതാർത്ഥ്യം മനസ്സിലാക്കിയതാണ്. കരുണ അനുഭവിച്ചതാണ്. നന്മയുടെയും സ്നേഹത്തിന്റെയും അവതാരമായ ഈ വാസുവേട്ടനെയും തനിക്ക് സമ്മാനിച്ചത് ആ മഹാമനസ്സാണ്. കണ്ണെഴുത്തുമാളികയിൽ താൻ ചെന്നുപെട്ട ആ രാത്രിയെക്കുറിച്ച് അദ്ദേഹം വാസുവേട്ടന് പറഞ്ഞിട്ടുമില്ല.
സകലരെയും വെറുപ്പിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് താമസിപ്പിച്ച ആ തമിഴ്ത്തിയാണെങ്കിലോ മുഖത്ത് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. വാസുദേവൻ പറഞ്ഞു, അതിൽ പിന്നെ രാമേട്ടന്റെ ജീവിതം ശരിക്കും കുത്തഴിഞ്ഞത്. പെണ്ണുങ്ങളോട് മുഴുവൻ വെറുപ്പ്, ആരോടോ ഉള്ള വാശി തീർക്കും പോലെയായിരുന്നു ആ ജീവിതം. എന്ത് കാരണത്തിന്റെ പേരിലായാലും ഇത്രയ്ക്ക് അധപതിക്കാൻ പാടില്ലായിരുന്നെന്നാ ഇപ്പോഴും എന്റെ അഭിപ്രായം. ആ സ്ത്രീ രാമേട്ടനെ വിട്ടുപോകാൻ എന്താ കാരണം? ആവോ രാമേട്ടന്റെ കുറ്റമാവോ, അല്ലെങ്കിൽ ആ സ്ത്രീയുടെയോ? ആടിയ കാലെന്ന് കേട്ടിട്ടില്ലേ? ചില സ്ത്രീകൾക്ക് കുടുംബത്തിനുള്ളിൽ ഒതുങ്ങാൻ കഴിയാറില്ല. ഉർവശി, മേനക, രംഭ, തിലോത്തമമാരെ പറ്റി നിത്യം ഓരോ വല്ലഭന്മാർ എന്നും കേട്ടിട്ടില്ലേ? അതാവാം സ്വഭാവം. ബാലയിലൊക്കെ നടിച്ചിരുന്നു കേട്ടപ്പോൾ ഉണ്ണിയെപ്പറ്റി എനിക്ക് തോന്നിയ ശങ്കയും മറ്റൊന്നല്ലായിരുന്നു. ഉണ്ണിയമ്മയുടെ മുഖമൊന്ന് മങ്ങിയപ്പോൾ ആ താടി പിടിച്ചുയർത്തി വാസുദേവൻ. പക്ഷേ എൻ്റെ ഉണ്ണി ഡിഫറൻറ്റാ. തനി തങ്കം, ഒരു കലർപ്പുമില്ല. എന്തൊക്കെ കുറവുണ്ടായാലും ഒരു പെണ്ണിൽ നിന്ന് അവരുടെ പുരുഷൻ പ്രതീക്ഷിക്കുന്നത് പരിശുദ്ധിയാണ്. അതെൻ്റെ ഉണ്ണിക്കുണ്ട്. അതില്ലാത്തതാവാം രാമേട്ടൻ്റെ തമിഴ്ത്തിയുടെ കുറ്റം. ആ സ്ത്രീ ഇപ്പോൾ എന്തെടുക്കുന്നു? അതും ഒരു കഥയാ. ഭരതനാട്യവും കുച്ചിപ്പുടിയുമൊക്കെ പഠിച്ച സ്ത്രീയാണത്രേ. രാമേട്ടനെ ഉപേക്ഷിച്ച് പോയ ശേഷം അവർ സിനിമകളിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഭരതന്റെ നാട്യമല്ല, അർദ്ധനഗ്നത പ്രദർശിപ്പിക്കുന്ന ഒരുതരം വൈകൃത നൃത്തം. വേറെ ആരെയോ വിവാഹം ചെയ്തു എന്നും കേട്ടു. ഒടുവിൽ ആ ബന്ധവും തകർന്നു. ഉറക്കഗുളികൾ ഓവർഡോസ് കഴിച്ച് ആളങ്ങ് സ്വയം രക്ഷപ്പെട്ടു. ബന്ധുക്കൾ പറഞ്ഞു കേട്ട കഥകളാ. ഞാനിതുവരെ അതേപ്പറ്റിയൊന്നും ചോദിച്ചിട്ടില്ല. പിറ്റേന്നു രാവിലെ വാസുദേവൻ ഉണ്ണിയമ്മയോട് ഒരാവശ്യം അറിയിച്ചു. ഉച്ചയ്ക്ക് അവയിലും എരിശ്ശേരിയും കാളനും എല്ലാം വേണം. കായ മെഴുക്കുപുരട്ടി നന്നായി മൊരിഞ്ഞിരിക്കണം. ഊണ് കഴിക്കാൻ ഞാൻ നേരത്തെ വരും. അപ്പോഴേക്കും ഒരു ഊണ് പാക്കറ്റ് എടുത്തു വെച്ചിരിക്കണം. പാക്കറ്റോ? ഉണ്ണിയമ്മ അതിശയിച്ചു. രാമേട്ടനാ? വാസുദേവൻ പറഞ്ഞു. ഇന്നലെ എന്നോട് ആശ പറഞ്ഞു ഹോട്ടലിൽ ചോറ് തിന്നു മടുത്തുന്ന്. ഇല്ലത്തുനിന്ന് ഒരെലച്ചോറ് കൊണ്ടുവന്ന് തരണമെന്ന്. എനിക്ക് സഹിച്ചില്ല. ഉണ്ണിയമ്മയ്ക്കും സഹിച്ചില്ല. അവളുടെ ചുണ്ടുകൾ വിതുമ്പി. ഉച്ചയ്ക്ക് ഊണുമായി ഞാനും കൂടെ വന്നാലോ? ഒന്ന് നേരിൽ കാണാലോ? ഉണ്ണിയമ്മ പറഞ്ഞു. വേണ്ട. വാസുദേവൻ കൈയുയർത്തി തടഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ മനുഷ്യനെ കൊണ്ട് എന്തേലും ശല്യമുണ്ടാകുമെന്ന് കരുതിയല്ല. കണ്ണെഴുത്തുമാളികയുടെ ഗേറ്റ് കടന്ന് ഒരു സ്ത്രീ അകത്തേക്ക് പോയാൽ മതി. ചീത്തപ്പേരാവും. കൂടെ ഭർത്താവുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല. ഉണ്ണിയമ്മയുടെ മുഖം വിളറി വെളുത്തു. പക്ഷേ ഉച്ചയ്ക്ക് രാമനാഥനുള്ള പാക്കറ്റ് ഉണ്ണിയമ്മ വാസുദേവന്റെ കയ്യിൽ കൊടുത്തയച്ചു. വൈകുന്നേരം തിരിച്ചെത്തിയപ്പോൾ രാമേട്ടന്റെ അഭിപ്രായം അവൾ തിരക്കുകയും ചെയ്തു. കാളനും അവിയലുമാ രാമേട്ടന് ഒരുപാട് ഇഷ്ടമായത്. വൈകിട്ടത്തേക്ക് രണ്ടും എടുത്തു വെച്ചിട്ടുണ്ട്. പൊടുന്നനെ ഉണ്ണിയമ്മയ്ക്ക് കരച്ചിൽ വന്നു. വാസുദേവന് അതിശയമൊന്നും തോന്നിയില്ല. രാമേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടാൽ മനസ്സുള്ളവർ കരഞ്ഞു പോകും. വാസുദേവൻ അവളുടെ ചുമലിൽ തഴുകി. സാരില്ല ഉണ്ണി, ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട്. നമ്മൾ വിചാരിച്ചാൽ അത് തിരുത്താനാവില്ല. അതിനുശേഷം കുറച്ചു നാളത്തേക്ക് രാമനാഥനെക്കുറിച്ചുള്ള ഒരു സംസാരവും ഇല്ലത്തുണ്ടായില്ല. ഉണ്ണിയമ്മയ്ക്ക് അയാളെ ഒരു നോക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഒരാശ്വാസവാക്ക് പറയണമെന്നും. പക്ഷേ അത് നടക്കുന്ന കാര്യമല്ലെന്നും അവൾക്കറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ഓർക്കാപ്പുറത്ത് ഭവദാസ് നമ്പൂതിരി വീണ്ടും ഇല്ലത്തെത്തിയത്. കയ്യിൽ കുറെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. ഭവദാസിന്റെ തറവാട്ട് ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി പ്രമാണിച്ച് നിവേദിച്ചതാണ്. ഉണ്ണിയപ്പം അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണെന്നറിയാം. അപ്പത്തിന്റെ പൊതിമയ ഭവദാസൻ ആര്യന്തർജനത്തിന് മുന്നിൽ വന്നു നിന്നു. അതും ഉണ്ണിക്കണ്ണന് നിവേദിച്ചത്. കുറച്ച് കൊണ്ടുവരാതിരിക്കാൻ മനസ്സ് വന്നില്ല. അമ്മ ഈ പൊതി അങ്ങോട്ട് വാങ്ങിയാൽ എനിക്കങ്ങ് തിരിച്ചു പോകാം. നിർമ്മലയെ കാണുന്നില്ലേ? അന്തർജനം ചോദിച്ചു. എനിക്കിവിടെ അമ്മയല്ലാതെ ആരെയും കാണാനില്ല. അമ്മ എന്റെ കാണപ്പെട്ട ദൈവമാ. എന്റെ പെറ്റുമേ ഞാൻ മറന്നു വരും. ഈ അമ്മയുടെ ഓർമ്മയില്ലാതെ ഒരു ദിവസം കടന്നുപോയിട്ടില്ല. നീ ഇവിടെ ഇരിക്കീ ദാസ, അന്തർജനം നിർബന്ധിച്ചു. ഞാനല്ലേ പറയണത്? അപ്പോഴേക്കും നിർമ്മലയും അരികിലെത്തി. അവൾ കരയാൻ തുടങ്ങി. വല്ലവരും വലത് പറഞ്ഞതിന് എന്നെയും കൂടി വേണ്ടെന്ന് വെച്ചില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു ദാസേട്ടാ? ആര് തെറ്റ് ചെയ്താലും ഈ അമ്മ ഒരാളെ ഓർത്താ ഞാൻ തിരിച്ചു വന്നത്. എന്ന് വെച്ച് അധിക നേരമൊന്നും ഇവിടെ ഞാൻ നിൽക്കില്ല. ഇനി ഇവിടെ താമസിക്കാനും എന്നെ കിട്ടില്ല. നിർമ്മലയ്ക്ക് വേണമെങ്കിൽ എൻ്റെ ഒപ്പം പോരാം. പഴയ പോലെ തൊഴിലില്ലാത്തവനൊന്നും അല്ല ഞാൻ. ഒരു ബാലെ ട്രൂപ്പിൽ പാടാൻ പോകുന്നുണ്ട്. പ്രോഗ്രാം ഒന്നിന് 250 രൂപ. മാസം കുറഞ്ഞത് 20 പ്രോഗ്രാം ഉറപ്പാ. നിർമ്മലയുടെ മിഴികൾ വിടർന്നു. അവൾ അപേക്ഷിക്കും പോലെ അമ്മയെ ഒന്ന് നോക്കി. എന്നിട്ട് ഭവദാസന്റെ കൈ പിടിച്ചു. ഇന്ന് ഏതായാലും പോണ്ട ദാസേട്ടാ. എന്റെ കാര്യം പോട്ടെ, അമ്മ പറഞ്ഞതല്ലേ. അതിന് അമ്മ പറഞ്ഞില്ലല്ലോ. ഭവദാസൻ അമ്മയെ നോക്കി. ഇന്ന് പോകണ്ട ദാസ, നീങ്ങ വന്നതല്ലേ ഉള്ളൂ. ആര്യ അന്തർജനം അറിയിച്ചു. ഒരപ്പം എടുത്ത് അന്തർജനം തിന്നു. അസലായിരിക്കണു കേട്ടോ, മൂപ്പ് പാകം. പോകാതെ ഇരുന്നാല് എങ്ങനെയാ അമ്മേ? ഭവദാസൻ ദൈന്യത അഭിനയിച്ചു. മറ്റന്നാൾ പ്രോഗ്രാം ഉണ്ട്. മറ്റന്നാളല്ലേ? ഇന്ന് നീ പോണ്ടെന്ന് ഞാനാ പറയണത്. അന്തർജനത്തിന് സ്വരമുയർന്നു. ഭവദാസന് സന്തോഷമായി. അയാൾ പടികെട്ടിൽ ഇരുന്നു. അമ്മ പറഞ്ഞിട്ട് നിഷേധിച്ചു എന്ന് വരണ്ട. സന്ധ്യയ്ക്ക് സർപ്പത്തിന് ദീപം വെക്കാൻ ചെന്നപ്പോൾ ഉണ്ണിയമ്മയെ തേടി ഭവദാസൻ അരികിൽ വന്നു. സ്വപ്നസുന്ദരി ഒന്ന് കാണാൻ വേണ്ടി മാത്രമാ ഞാനിപ്പോ വന്നത്. മാനം കെടുത്തി പറഞ്ഞതല്ലേ എന്നെ. എനിക്ക് എന്റെ മാനം തിരിച്ചെടുക്കാതെ പറ്റില്ലല്ലോ. ഉണ്ണിയമ്മ സ്തംഭതയായി നിന്നു. സ്വപ്നസുന്ദരി എന്ന പദമാണ് അവളെ ഭയപ്പെടുത്തിയത്.
ഉണ്ണിമ്മക്കുട്ടി വിഷമിക്കണ്ട, ഭവദാസൻ ചിരിച്ചു. ഞാനിപ്പോ നാട്യമണ്ഡപത്തിലെ പാട്ടുകാരനാ. രാജസേനനല്ല ഇന്നതിന്റെ ഉടമസ്ഥൻ. ഡാൻസർ ഉദയലാലാണ്, സ്വപ്നസുന്ദരിയിലെ പഴയ നായകൻ. ഉണ്ണിമ്മയുടെ കയ്യിലിരുന്ന് കോലുവിളക്ക് വിറയ്ക്കാൻ തുടങ്ങി. പൊടുന്നനെ അതിലെ തിരിയണഞ്ഞു. ഇത്രയും കൊണ്ട് തീർന്നില്ലാട്ടോ കാര്യം, ഭവദാസൻ തുടർന്നു. ഉദയലാലിന്റെ ഒപ്പം ഒരു രാത്രി രാമനാഥന്റെ മാളികയിൽ പോയിരുന്നില്ലേ? നേരം പുലർന്നിട്ടല്ലേ പിറ്റേന്ന് ഇല്ലത്തെത്തിയത്. അധികം വൈകാതെ രാമനാഥൻ തന്നെ പിന്നിൽ നിന്ന് ഈ വേലി നടത്തി തന്നു. മാസം തികയും മുമ്പ് ഒരു കുഞ്ഞിന്റെ ജാതകത്തിൽ അച്ഛൻ അപകടം. രാമനാഥൻ ആക്സിഡന്റിൽപ്പെട്ട് ആശുപത്രിയിൽ. വലതുകാല് കണ്ടിച്ചും കളഞ്ഞു. മണ്ടനായി പോയത് പാവം കറുത്തെടുത്ത് വാസുദേവൻ ഇല്ലേ? ശ്വാസം നഷ്ടപ്പെട്ടതുപോലെ ഉണ്ണിമ നിന്നു. ഭവദാസൻ കുറച്ചുകൂടി അരികിലെത്തി. ഇനി എന്താ വേണ്ടതെന്ന് ആലോചിച്ച് ഒരു തീരുമാനമെടുക്ക്. നേരം പുലരും മുമ്പേ ഞാൻ തിരിച്ചു പോകും മുൻപ് എല്ലാം വാസുദേവൻ അറിയുകയും ചെയ്യും. അയാൾ തിരിഞ്ഞ് തെക്കിനി മുറ്റത്തേക്ക് നടന്നു. ഉണ്ണിമ അപ്പോഴും നിന്നപടി നിൽക്കുകയാണ്. അത്താഴം വിളമ്പി എല്ലാവരും ഉണ്ടായിരുന്നു ഊണുമുറയിൽ. വാസുദേവൻ, അപ്പുക്കുട്ടൻ, ഭവദാസൻ, പിന്നെ ആര്യ അന്തർജനം. വിളമ്പുകാരിയായി ഉണ്ണിമയും ഗിരിജയും. ഭവദാസന്റെ പിന്നിലായി ഒരു തുണയ്ക്കെന്നോണം നിർമ്മല. അപ്പുക്കുട്ടന്റെ അരികിലായി മകൻ കണ്ണൻ. ഏതായാലും ബാലയ്ക്ക് പോയി തുടങ്ങിയതോടെ ദാസേട്ടൻ ക്ഷീണിച്ചു. എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി മാത്രമായിരുന്നു ഭവദാസനെ നോക്കിയിട്ട് അപ്പുക്കുട്ടൻ തട്ടിവിട്ടത്. ആര് പറഞ്ഞു? അപ്പുക്കുട്ടൻ പറഞ്ഞു നിർത്തും മുമ്പേ നിർമ്മല കയറി പിടിച്ചു. ബാലയ്ക്ക് പോയ ശേഷം ദാസേട്ടൻ നന്നായിട്ടേ ഉള്ളൂ. ക്യാമ്പിൽ നല്ല ഒന്നാന്തര ഫുഡാണിത്രേ. പ്രോഗ്രാമിന് ചെല്ലുന്നിടത്തും സ്പെഷ്യൽ ശാപ്പാടാ. ചിലപ്പോൾ നോണും കാണും. ഇവിടെ വേവാത്ത ചോറ് ഉണ്ണിമ ഉണ്ടാക്കുന്ന പുളിവെള്ളവും കഴിച്ചു കഴിഞ്ഞപ്പോഴാ എന്റെ ദാസേട്ടൻ ക്ഷീണിച്ചിരുന്നത്. അത് അംഗീകരിക്കുന്ന ഭാവമായിരുന്നു അമ്മയുടെ മുഖത്തും. ഭവദാസനാണെങ്കിൽ അഭിമാനം. ഗിരിജ പക്ഷേ പരിഹാസത്തിൽ വായ്പൊത്തി ചിരിച്ചു. നോൺ മാത്രാവില്ല ഏട്ടത്തി, വാസുദേവൻ നിർമ്മലോട് പറഞ്ഞു. വേറെ പലതും കാണും ഇല്ലേ ദാസേട്ടാ? അയാൾ ഭവദാസനെ നോക്കി. ഭവദാസന്റെ മുഖം കറുത്തു. ഉണ്ടാവതേ തരല്ലല്ലോ. അയാൾ അർത്ഥക്രമമായി തലകുലുക്കി. ഇയാളുടെ അന്തർജനം പങ്കെടുത്തിരുന്ന ട്രൂപ്പാ. അവിടെ ഇല്ലാത്ത ഏർപ്പാടില്ല. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കുക. വാസുദേവൻ സ്തംഭതനായി. അത് കണ്ട് ഭവദാസൻ ഒന്ന് ഉറക്കി ചിരിച്ചു. വെറുതെ വടി കൊടുത്ത് അടി വാങ്ങലേ വാസുവേ. നിർമ്മലയുടെ ഉപദേശം. വടി കൊടുത്ത് അടി വാങ്ങല്ല, വടിയെടുത്ത് അടിക്കുക എന്റെ ശീലം, വാസുദേവൻ പറഞ്ഞു. പക്ഷേ കൂട്ടത്തിൽ ഇളയവനായി പോയില്ലേ ഞാൻ? മൂത്തോർക്കിട്ട് എങ്ങനെയാ തല്ലുക? ഭവദാസൻ മുഖമുയർത്തി ഉണ്ണിമയെ ഒന്ന് നോക്കി. ഉണ്ണിമ ആരെയും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അവൾ തീർത്തും പരവശയായിരുന്നു. ഭവദാസൻ എന്ന കീചകന്റെ ഭീഷണിയല്ല അവളെ വിഷമിപ്പിച്ചത്. അയാളുടെ വിഷനാവ് തന്റെ വാസുവേട്ടനെ ദംശിക്കുമോ? അദ്ദേഹത്തിന്റെ ലോല മനസ്സിനെ അതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമോ? രാമനാഥൻ എന്ന വ്യക്തിയുടെ കൺവെട്ടത്ത് പെട്ടാൽ മതി, പെണ്ണിന്റെ ചാരിത്രം നഷ്ടമാവുമെന്നാണ് വാസുവേട്ടന്റെ വിശ്വാസം. അയാളുടെ ആ കൊട്ടാരത്തിൽ താൻ പോയിരുന്നു എന്നത് നേര്. അത് നിഷേധിക്കാൻ ഉണ്ണിമ തയ്യാറല്ല. നിഷേധിച്ചാലും ഭവദാസൻ എന്ന മൃഗത്തിന്റെ പക്ഷത്ത് ഉദയൻ എന്ന സാക്ഷിയുണ്ട്. എല്ലാറ്റിനും ഉപരി ദൈവത്തിന്റെ സാക്ഷിത്വം. പക്ഷേ താൻ പരിശുദ്ധയാണെന്നതിനും ദൈവം സാക്ഷിയാണ്. വാസുവേട്ടൻ അത് വിശ്വസിക്കുമോ? ഭവദാസൻ നമ്പൂതിരിയുടെ നാവ് അടപ്പിക്കാനും തന്നെ കൊണ്ടാവില്ല. വാസുദേവന്റെ വേളി പിഴച്ചവളായതിലുള്ള വിഷമം കൊണ്ടല്ല ഇയാൾ പുതിയൊരു രഹസ്യവും കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുന്നത്. തന്നെ ശരിക്കും പിഴപ്പിക്കാനാണ്. ഈ മൃഗത്തിന്റെ മുന്നിൽ തോറ്റുകൊടുക്കുന്നതിൽ ഭേദം മരണമാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതോടെ ഉണ്ണിമയ്ക്ക് തെല്ല് ധൈര്യമായി. കുറ്റവാളിയുടെ മുന്നിൽ മൂപ്പും ഇളപ്പും ഒന്നും നോക്കണ്ട വാസുവേ, ഗിരിജ വാസുദേവനോട് പറഞ്ഞു. വഴക്കിട്ടിറങ്ങിപ്പോയ ദാസേട്ടൻ ധൈര്യമായി തിരിച്ചെത്തിയിരിക്കുന്നത് വെറുതെയാണെന്നാണോ വിചാരം? ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ വാസുദേവൻ ഗിരിജയെ നോക്കി. ഭവദാസനും ഉണ്ണിമയും ഒഴിച്ചുള്ളവർക്കും അത്ഭുതം. രാമായണത്തിലെ ഒരു സംഭവം ഓർക്കുന്നോ? ഗിരിജ വാസുദേവനോട് ചോദിച്ചു. ബാലിയോട് പോർ ചെയ്ത് പരാജിതനായി തിരിച്ചോടിയ സുഗ്രീവൻ പിന്നീട് ശ്രീരാമനുമായി സഖ്യം ചെയ്ത ശേഷം പൂർവാധികം ശക്തിമാനായി തിരിച്ചെത്തിയത്. അതുപോലുള്ള ഒരു വരവാ ഇപ്പൊ ദാസേട്ടൻ്റേത്. ഭവദാസനിൽ വല്ലാത്തൊരു പരിഭ്രമം. ഇതെന്തു കഥ എന്ന മട്ടിൽ കൈമലർത്തി അയാൾ എല്ലാവരെയും നോക്കി. മറ്റുള്ളവർ ഭവദാസനെ നോക്കി. ഗിരിജ ചുണ്ടു കളിച്ചമർത്തി ചിരിയൊതുക്കി. അപ്പുക്കുട്ടന് ചുണ്ടി വന്നു. നീ എന്താ ഈ പറയണത്? അയാൾ ഗിരിജയോട് ചോദിച്ചു. ദാസേട്ടനെ കളിവെക്കുക? അതേതായാലും വേണ്ടാട്ടോ. വേണ്ടാന്ന് വാസുവേട്ടൻ കൂടി തീരുമാനിച്ചാൽ എനിക്ക് പ്രശ്നമില്ല, ഗിരിജ പറഞ്ഞു. കാരണം വാസുദേവൻ അറിയേണ്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. വാസുദേവൻ ഗിരിജയുടെ നേർക്ക് തിരിഞ്ഞു. കണ്ണുകൾ ആ മുഖത്ത് അർപ്പിച്ചു. വന്ന സമയത്ത് ഉണ്ണിമയോട് ഞാൻ കുറച്ച് ദേഷ്യം കുശുമ്പൊക്കെ കാട്ടിയിട്ടുണ്ടെന്ന് നേരാ. ഉണ്ണിമയെ എല്ലാവരും എടുത്ത് തലയിൽ വെച്ചപ്പോൾ എനിക്ക് സഹിച്ചില്ല. എന്നുവെച്ച് ആ കുട്ടിയെ കെണിയിൽ വീഴ്ത്താൻ നോക്കിയാൽ കണ്ണും കാതുപൊത്തി ഞാൻ നിൽക്കില്ല. പറഞ്ഞിട്ട് ഭവദാസനെ ഒന്ന് തറച്ചു നോക്കി ഗിരിജ. ഭവദാസന്റെ മുഖത്തെ പരിഭ്രമം വർദ്ധിച്ചു. ചുറ്റും നിന്ന് ആരൊക്കെയോ ദേഹത്ത് കുത്തുന്നതുപോലെ അയാൾ പുളഞ്ഞു. വാസുദേവന് ഉത്കണ്ഠയായി. ഏട്ടത്തിമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലാവണില്ല. മനസ്സിലാക്കി തരാം. ഭവദാസനെയും ഉണ്ണിമയും മാറി മാറി നോക്കിയിട്ട് ഗിരിജ തുടർന്നു. ഉണ്ണിമ പറയേണ്ടത് ഞാനായിട്ട് പറയണമെന്നേ ഉള്ളൂ. ആ കുട്ടി അപകടത്തിൽ ചാടണ്ടെന്നോർത്തിട്ടാ. സന്ധ്യയ്ക്ക് സർപ്പക്കാവിൽ ദീപം വെച്ചിട്ട് വരുന്ന ഉണ്ണിമയുടെ ദാസേട്ടൻ പറഞ്ഞതെല്ലാം തെക്കിനിയുടെ ജനാലയ്ക്കിൽ നിന്ന് ഞാൻ കേട്ടിരുന്നു. ഭവദാസൻ പിഞ്ഞാണിയിൽ കൈ കുടഞ്ഞെഴുന്നേറ്റു. മതി, ഈ പെണ്ണരച്ചു നാട്ടിലേക്ക് തിരിച്ചു വന്നത് എന്റെ തെറ്റ്. ദാസേട്ടൻ ഇവിടെ ഇരിക്കി, ഗിരിജ കൽപ്പിച്ചു.
ഞാൻ പറഞ്ഞത് നുണയാണെങ്കിൽ ഉണ്ണിമ പറയട്ടെ. ഉണ്ണിമ മുഖം കുനിച്ചു നിൽക്കുകയാണ്. ഉണ്ണിമ മിണ്ടിയില്ല. ഭവദാസിന് വീറ് വന്നു. അവൾക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റാത്തൊരു സത്യമാ ഞാൻ പറഞ്ഞത്. എങ്കിൽ അക്കാര്യം വാസ്തവനല്ലേ അറിയിക്കേണ്ടത്? രഹസ്യമായി ചെന്ന് ഉണ്ണിമയുടെ കാതിൽ പറഞ്ഞത് അവളെ ഭീഷണിപ്പെടുത്താനല്ലേ? എന്നിട്ട് നിങ്ങളുടെ തഞ്ചത്തിന് അവളെ നിർത്തണം. എനിക്കറിയാം ദാസേട്ടാ നിങ്ങളുടെ മനസ്സിലിരിപ്പ്. ഞാനിതെത്ര കണ്ടതാ. ഇവിടുത്തെ ആണുങ്ങളുടെ കൈക്ക് ബലമില്ലാത്തത് കൊണ്ട് തന്നെയാ ദാസേട്ടൻ ഇവിടെ ഇന്നിങ്ങനെ വിലസുന്നത്. എന്താ ദാസേട്ടാ ഉണ്ണിമയ്ക്ക് നിഷേധിക്കാൻ പറ്റാത്ത സത്യം? എൻ്റെ അടുത്ത് പറയാതെ അവളുടെ കാതിൽ ചെന്ന് പറയാൻ കാരണമെന്താ? എൻ്റെ വേളിയെ സംബന്ധിച്ച കാര്യം ഞാനല്ലേ ആദ്യം അറിയേണ്ടത്? ആദ്യം അറിയേണ്ടത് നീയാണെങ്കിൽ വേളിക്ക് മുമ്പേ നീ അത് അറിയുമായിരുന്നു. ഭവദാസൻ പല്ല് ഞെരിച്ചു. എന്തുകൊണ്ടോ വേളിക്ക് മുമ്പേ അറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ ഒപ്പളുടെ ഭർത്താവെന്ന നിലയ്ക്ക് ഇപ്പോഴെങ്കിലും നിങ്ങൾ അതൊന്ന് പറയുക, വാസുദേവൻ ആവശ്യപ്പെട്ടു. ഞാൻ എന്തിനാ പറയണത്? സ്വന്തം വേളിയോട് ചോദിക്കുക. ഭവദാസൻ മുഖം വെട്ടിത്തിരിച്ചു. ഇല്ല, ഭവദാസന്റെ ജുബയിൽ പിടിമുറുക്കി വാസുദേവൻ. നിങ്ങൾ തന്നെ അത് പറയണം. ഞാനിപ്പോ പാടാൻ പോകുന്ന ബാലെ ട്രൂപ്പിന്റെ ഉടമ ഉദയലാൽ പറഞ്ഞതാ. ഉണ്ണിമയൊന്ന് നോക്കിയിട്ട് ഭവദാസൻ തുടർന്നു. ഉണ്ണിമയും കൊണ്ട് അയാൾ അമനൂർ രാമനാഥന്റെ കണ്ണെഴുത്തുമാളിയിൽ പോയിട്ടുണ്ടത്രേ. ഒരു രാത്രി പുലർച്ചെയാണ് പോലും മടങ്ങിയെത്തിയത്. ഞെട്ടലിൽ ഒരു നിമിഷം കണ്ണുമിഴിച്ചു നിന്ന വാസുദേവൻ അടുത്ത നിമിഷം കൈവലിച്ച് ഭവദാസന്റെ മുഖത്തടിച്ചു. കള്ളക്കിരാതാ, എന്റെ കുടുംബജീവിതം തകർക്കാൻ ഇങ്ങനെയാ ഒരു കഥയെ തനിക്ക് ചമയ്ക്കാനുള്ളൂ. തന്നെ ഞാൻ ജീവനോടെ വച്ചേക്കില്ല. വീണ്ടും അടിക്കാനായി വാസുദേവൻ കൈ ഉയർത്തിയതും വാസുദേവ എന്ന് കരഞ്ഞുകൊണ്ട് നിർമ്മൽ ഓടിവന്ന് ആ കയ്യിൽ പിടിച്ചു. വീടെന്നെ! വാസുദേവൻ കൈ കുടഞ്ഞു. ഇയാൾക്കിനി മാപ്പില്ല. മാപ്പ് വേണ്ടടാ കഴുതേ. പിന്നോട്ട് നടന്നുകൊണ്ട് ഭവദാസൻ പറഞ്ഞു. കേട്ടത് നേരാണെന്ന് വേലിയോട് ചോദിച്ചു നോക്ക്. എന്നിട്ട് കടുവയായി ചീറിവാ. എനിക്കാരോടും ചോദിക്കേണ്ട. പണ്ടേ തന്നെ എനിക്കറിയാം, വാസുദേവൻ പറഞ്ഞു. അവളെ പിഴപ്പിച്ച് ചണ്ടിയാക്കിയിട്ട് പാപപരിഹാരമായി നിന്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നടാ രാമനാഥൻ. വാസുദേവന്റെ നെഞ്ചിലൊരു മിന്നൽ പിടഞ്ഞു. ഭവദാസനെ തുറച്ചു നോക്കിക്കൊണ്ട് അയാൾ നിന്നു. ഉണ്ണിമ ശിരസിൽ കൈവച്ച് നിലത്തിരുന്നു. പരദേവതമാരെ, എന്താ ഇതൊക്കെ? ആര്യാന്തർജനം നെഞ്ചിൽ തല്ലി. ഈ ഇല്ലത്തിന്റെ സുഹൃതം ക്ഷയിച്ചോ? അപ്പുക്കുട്ടൻ അമ്പരപ്പിൽ പുതഞ്ഞിരിക്കുകയാണ്. അപ്പോഴും ഗിരിജയാണെങ്കിൽ ശരിക്കും ഒരു കാഴ്ചക്കാരിയും. രാമനാഥൻ മാത്രമല്ലടോ, തന്റെ വിളിക്ക് അങ്ങനെ പലരും ഉണ്ടായിരുന്നു. ഭവദാസൻ തോർത്തെടുത്ത് മുഖം തുടച്ചു. എച്ചിൽ കൈകൊണ്ട് താൻ എന്റെ മുഖത്തടിച്ചില്ലേ? നോക്ക്. വാസുദേവന്റെ നേർക്ക് അയാൾ കൈചൂണ്ടി. ഉണ്ണിമ പെറ്റ ഉണ്ണി തന്റേതല്ലാട്ടോ, അമനൂർ രാമനാഥന്റേതാ. അതുകൊണ്ടാ മറ്റത്തിന്റെ ജാതകം അച്ചട്ടാക്കിക്കൊണ്ട് രാമനാഥന് ആക്സിഡന്റ് ഉണ്ടായത്. ഉണ്ണി പിറന്ന് 41 നാൾ തികയും മുമ്പേ കാല് മുറിച്ചില്ലേ? പിതാവിന് അപകടം പ്രവചിച്ചിട്ട് തനിക്ക് വല്ലതും പറ്റിയോ? ഇല്ലല്ലോ. ഭവദാസൻ തന്റെ കുപ്പായം എടുത്ത് ധരിച്ചു. ബാഗെടുത്ത് ചുമലിലിട്ടു. രാത്രി തന്നെ പുറപ്പെടുക. ഇനി ഈ ഇല്ലത്തേക്കില്ല. ഓപ്പളുടെയും കുട്ടികളുടെയും കാര്യം ഇനി ഏട്ടനും അനിയനും കൂടി നോക്കുക. അയാൾ പുറത്തേക്ക് നടന്നു. ദാസേട്ടാ, നിർമ്മല ആർത്തു കരഞ്ഞു. കരയേണ്ട. ഭവദാസൻ തിരിഞ്ഞു നിന്നു. ഞാനിനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. നിന്നെ കൂട്ടാൻ പറ്റിയ സ്ഥിതിയല്ല. രാത്രിയിൽ യാത്രയില്ല. പിന്നെ വാസുദേവനെ നോക്കി. സത്യം പറയുന്നവളാണ് വേളിയെങ്കിൽ ചോദിച്ചു നോക്കുക. അമനൂർ രാമനാഥനെ അറിയുമോന്ന്? ഭവദാസൻ നടന്ന് ഇരുട്ടിലേക്ക് ഇറങ്ങി. വാസുദേവൻ പ്രതിമ കണക്കെ നോക്കി നിന്നു. അയാൾ പറഞ്ഞതിനെ പറ്റി ചിന്തിക്കേ വേണ്ട. അപ്പുക്കുട്ടൻ വാസുദേവനോട് പറഞ്ഞു. ഇത് അയാളുടെ കെട്ടുകഥയാ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വാസു അത് വിശ്വസിക്കുമെന്ന ഭയത്തിൽ ഉണ്ണിമ അയാളോട് ലോഹ്യം കാട്ടണം. അതിനുവേണ്ടി ചമച്ചുണ്ടാക്കിയ കള്ളക്കഥയാ വാസുവെ. ഗിരിജയും വാസുദേവനെ സമാധാനിപ്പിക്കാൻ നോക്കി. ഞാനത് കേട്ടത് ഭാഗ്യം നിരീക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ ഉണ്ണിമ എന്താ കാട്ടുന്ന ആർക്കറിയാം? അയാളുടെ ഇഷ്ടത്തിന് വഴങ്ങുന്നല്ല. വാസുദേവൻ തെറ്റിദ്ധരിക്കുന്ന ഭയന്ന് വല്ല ബുദ്ധിമോശവും കാട്ടിയാലോ? വാസുദേവൻ തിരിഞ്ഞ് ഉണ്ണിമയെ നോക്കി. നിലത്തിരുന്ന് ഏങ്ങലടിച്ച് കരയുകയാണ് അവൾ. എഴുന്നേറ്റുള്ള ഉണ്ണി, വാസുദേവൻ പറഞ്ഞു. അയാൾ എന്തു പറഞ്ഞാലും ഞാൻ അതൊന്നും വകവയ്ക്കില്ല. രാമേട്ടനെ പറ്റി നീ കേട്ടതുപോലും ഇവിടെ വന്നിട്ടാണെന്ന് എനിക്കറിയാം. പിന്നെന്താ? പൊടുന്നനെ ഉണ്ണിയുടെ കരച്ചിൽ ശക്തമായി. ഏട്ടത്തിയമ്മ തന്നെ വല്ലതും പറഞ്ഞ് അവളെ ഒന്ന് സമാധാനിപ്പിക്കുക, വാസുദേവൻ ഗിരിജയോട് പറഞ്ഞു. പിന്നെ വാഷ് ബേസിന്റെ നേർക്ക് നടന്നു. കൈ കഴുകിയിട്ട് കിടക്കറയിലേക്ക് പോവുകയും ചെയ്തു. ഗിരിജ ഉണ്ണിമയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇനിയും എന്തിനാ കുട്ടി കരയണത്? അയാൾ പറഞ്ഞതൊന്നും ഇവിടെ ആരും വിശ്വസിച്ചിട്ടില്ല, പ്രത്യേകിച്ചും വാസുദേവൻ. മുമ്പൊരിക്കൽ എൻ്റെ അടുത്തും അയാൾ ഇങ്ങനൊന്ന് പ്രയോഗിച്ചതാ. ഞാൻ സഹിച്ചു എന്ന് അപ്പോട്ടൻ പറഞ്ഞു. അയാളുടെ രോഗം മാറി. വാസുദേവൻ ഉറങ്ങാൻ വേണ്ടി കുറെ സമയം വൈകിയാണ് ഉണ്ണിമ കിടക്കറയിലേക്ക് ചെന്നത്. പക്ഷേ ജനാലയ്ക്കിൽ നിന്ന് ഗാഠചിന്തയിലായിരുന്നു വാസുദേവൻ. പാദശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. പിന്നെ പുഞ്ചിരിയുടെ ഉണ്ണിമയോട് ചോദിച്ചു. അയാൾ എന്താണാവോ രാമേട്ടന്റെ പേര് തന്നെ പറയാൻ കാരണം? നമ്മുടെ വേലിക്ക് കാരണക്കാരനായതുകൊണ്ടാണോ? വേണമെങ്കിൽ ആ മൊല്ലാക്കയുടെ പേര് പറയാമായിരുന്നല്ലോ. ഇതിപ്പോ ഉണ്ണി കണ്ടിട്ടും കൂടി ഇല്ലാത്ത ഒരാളെയും ചേർത്ത്. മുഖം കുനിച്ചു നിന്നിരുന്ന ഉണ്ണിമ ഒരക്ഷരവും മിണ്ടിയില്ല. സത്യത്തിൽ ഉണ്ണി ഈ രാമേട്ടനെ ഒരു നോക്കെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും വെച്ച്? വാസുദേവൻ അവളുടെ താടി പിടിച്ചുയർത്തി. ഉണ്ട്. ഉണ്ണിമയുടെ ശബ്ദം വിറച്ചു. വാസുദേവന്റെ കണ്ണുകളിൽ നടുക്കമുണ്ടായി. എവിടെ വെച്ച്? അയാൾ ചോദിച്ചു. ഉണ്ണിമ വീണ്ടും മുഖം താഴ്ത്തി. കണ്ണെഴുത്തുമാളികയിൽ വെച്ച്. ഉണ്ണിമയുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ വാസുദേവൻ നോക്കിയിരുന്നു.
രാമേട്ടനെ അവൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിരിക്കാം എന്ന സത്യത്തെ അംഗീകരിക്കാൻ വാസുദേവൻ സന്നദ്ധനായിരുന്നു. രാമേട്ടൻ ഉണ്ണിമയെ കണ്ടാലാണ് കുഴപ്പം. സുന്ദരിയായ ഒരു പെൺകുട്ടി ആ കണ്ണിൽപ്പെട്ടാൽ ആ പെണ്ണിൽ നിന്ന് അയാൾ മാറില്ലെന്നാണ് കേൾവി. അല്ലെങ്കിൽ അവളെ മടുക്കണം. ഇതിപ്പോൾ കണ്ണെഴുത്തുമാളികയിൽ വെച്ചാണ് രാമേട്ടനെ കണ്ടതെന്നാണ് ഉണ്ണിമ പറയുന്നത്. കണ്ണെഴുത്തുമാളിക എന്ന് വെച്ചാൽ രാമനാഥന്റെ സ്വകാര്യ സാമ്രാജ്യമാണ്. മാനമുള്ള പെണ്ണുങ്ങൾ ആ ഗേറ്റിൽ ചെല്ലില്ല. ആ ഗേറ്റിനകത്ത് കാൽ കുത്തുന്ന ഒരുത്തി മാനത്തോടെ തിരിച്ചു പോകുകയുമില്ല. പരിചാരികയായിട്ട് പോലും സ്ത്രീകൾക്ക് അതിനുള്ളിൽ കടക്കാൻ ഭയമാണ്. വിരൂപകളും വൃദ്ധകളും പോലും രാമനാഥനെ ഭയക്കുന്നു. അപ്പോൾ പിന്നെ ഉണ്ണിമയെ പോലൊരു അപൂർവ സുന്ദരി. തന്റെ നാവിൽ നിന്ന് രാമനാഥൻ എന്ന പേര് ഉണ്ണിമ ആദ്യം കേൾക്കുകയല്ല. എന്നിട്ടും ഒരിക്കൽ പോലും ആ വ്യക്തിയെക്കുറിച്ച് ഉണ്ണിമയുടെ വകയായ യാതൊരു അഭിപ്രായം വന്നിട്ടില്ല. അപ്പോൾ ഇതുവരെയും തന്നെ വിഡ്ഢിയാക്കുകയായിരുന്നു ഉണ്ണിമ. രാമേട്ടനെ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് ഉണ്ണിക്ക് ഇഷ്ടമായില്ലേ? വാസുദേവൻ വേളിയെ നോക്കി. ഞാനതിനെ ഇഷ്ടക്കേടൊന്നും പറഞ്ഞില്ലല്ലോ. ഉണ്ണിമയുടെ സ്വരമിടറി. പിന്നെന്തിനാ കണ്ണെഴുത്തു കൊട്ടാരത്തിൽ വെച്ച രാമേട്ടനെ കണ്ടതെന്ന് നുണ പറഞ്ഞത്? ദാസേട്ടൻ പറഞ്ഞത് ഞാൻ അപ്പോടെ വിശ്വസിച്ചു എന്നാണോ ഉണ്ണിയുടെ വിചാരം? നോക്ക്, മറ്റുള്ളവർ പറയുന്നതല്ല എനിക്ക് വിശ്വാസം, നീ പറയുന്നതാണ്. അതെനിക്കറിയാം വാസുവേട്ടാ. ഏങ്ങലടിച്ചുകൊണ്ട് ഉണ്ണിമ ആ കാൽച്ചുവട്ടിലേക്ക് ഇരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്റെ വാസുവേട്ടനോട് ഞാൻ തുറന്നു പറഞ്ഞതും. പെട്ടെന്ന് വാസുദേവൻ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അപ്പോ നീ ഇത് കാര്യമായി പറഞ്ഞതാണോ? കാര്യമായി പറഞ്ഞതാണ്. പക്ഷേ തകരുന്നതുപോലെ ഉണ്ണിമ വാസുദേവനെ നോക്കി. എനിക്ക് പക്ഷേ കേൾക്കണ്ട. വാസുദേവന്റെ ശബ്ദം ഉയർന്നു. അതിനു മുമ്പൊരിക്കലും ഇത്രയും കനവും ശക്തിയും ഉണ്ടായിട്ടില്ലെന്ന് ഉണ്ണിമയ്ക്ക് മനസ്സിലായി. ആ കണ്ണുകളിൽ നിന്ന് ചുവന്ന രശ്മികൾ പുറപ്പെടുന്നതുപോലെ. എന്തിനാണ് നീ എവിടെ പോയത്? ഞാൻ മനസ്സറിവോടെ പോയതല്ല വാസുവേട്ടാ. തൊഴുകൈകളുടെ ഉണ്ണിമ അറിയിച്ചു. ട്രൂപ്പിലുണ്ടായിരുന്ന ഉദയൻ എന്നവൻ ബാലേക്ക് എന്ന് പറഞ്ഞ് ചതിയിൽപ്പെടുത്തി എന്നെ കൊണ്ടുപോയതാണ്. നുണ. വാസുദേവൻ മുഖം കുടഞ്ഞു. അങ്ങനെ ഒരുത്തിനും ഒരു പെൺകുട്ടിയെ ചതിയിൽപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയില്ല. ബാലയ്ക്കാവുമ്പോൾ ട്രൂപ്പിൽ വേറെയും അംഗങ്ങൾ കാണുമല്ലോ. നുണ പറഞ്ഞ് എന്നെ കബളിപ്പിക്കാമെന്ന് കരുതണ്ട. ഇതുവരെ നിനക്ക് കഴിഞ്ഞിരിക്കാം. എന്നുവെച്ച് ഞാനൊരു ആന മണ്ടനാണെന്ന് നിനക്കണ്ട. ഉണ്ണിമ തളർന്നുപോയി. അന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് തനിക്കല്ലേ അറിയൂ. വാസുവേട്ടൻ അത് വിശ്വസിക്കില്ലെന്ന് അവൾക്ക് തോന്നി. പരിശുദ്ധിയാണ് താനെന്ന് എത്ര വട്ടം വേണമെങ്കിലും പ്രതിജ്ഞ ചെയ്യാം. അതിലപ്പുറമൊന്നും അവൾക്കാവില്ലായിരുന്നു. എന്നിട്ട് നീ കണ്ണെഴുത്തു കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്ത് സംഭവിച്ചു? അത് കേട്ടാൽ മതി എനിക്ക്, വാസുദേവൻ അറിയിച്ചു. പാടില്ലാത്തതൊന്നും സംഭവിച്ചിട്ടില്ല വാസുവേട്ടാ. എന്റെ അവസ്ഥ മനസ്സിലായപ്പോൾ, എന്റെ അച്ഛന്റെ പേര് കേട്ടപ്പോൾ ആ മനുഷ്യൻ എന്നെ ഇല്ലത്ത് കൊണ്ടുവന്നാക്കി. എപ്പോഴാണ് നീ കണ്ണെഴുത്തുമാളിയിൽ ചെന്നത്? രാത്രി ഒരു 9 മണിയായിട്ടുണ്ടാവും. തിരികെ ഇല്ലത്തെത്തിച്ചപ്പോഴോ? ആ ചോദ്യം മുഖഭാവം ഉണ്ണിമയെ പരവശിയാക്കി. എങ്കിലും അവൾ സത്യം തന്നെ പറഞ്ഞു. നേരം പുലർന്നപ്പോ. രാമനാഥന്റെ കണ്ണെഴുത്തുമാളികയിൽ നിന്ന് നിന്റെ ഇല്ലത്തേക്ക് അത്ര ദൂരമോ ഉണ്ണിമേ? ചുവന്ന മിഴികളോടെ വാസുദേവൻ ഉണ്ണിമയെ നോക്കി. വൈകി പുറപ്പെട്ടതുകൊണ്ടാ. രാത്രി കാറിൽ വന്നിറങ്ങുന്നത് ആരെങ്കിലും കണ്ടാൽ തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോ ഒരു രാത്രി മുഴുവൻ നീ രാമനാഥനോടൊപ്പം കണ്ണെഴുത്തുമാളികയിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ വാസുവേട്ടാ, ആ മനുഷ്യന്റെ വിരൽത്തുമ്പിൽ പോലും തൊട്ടിട്ടില്ല. സത്യം. ആരുടെ പേരിൽ വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യാം. ആരുടെയൊക്കെ പേരിൽ നീ സത്യം ചെയ്താലും ഞാനത് വിശ്വസിക്കില്ല ഉണ്ണിമേ. വാസുദേവന്റെ മുഖത്ത് അലിവിന്റെ കണിക പോലും ഉണ്ടായിരുന്നില്ല. നീ കള്ളിയാണെന്ന് എനിക്ക് തീർച്ചയായി. അല്ലെങ്കിൽ വിവാഹരാത്രിയിലെങ്കിലും നീ ഈ സത്യം വെളിപ്പെടുത്തിയേനെ. രാമനാഥനെക്കുറിച്ച് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതാണ്. അതിനുശേഷം എത്രയോ സന്ദർഭങ്ങളുണ്ടായി നീ ബുദ്ധിപൂർവ്വം ഈ രഹസ്യം ഒളിപ്പിച്ചു വെച്ചു. മനഃപൂർവ്വമല്ല വാസുവേട്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. വാസുവേട്ടനോട് ഇക്കാര്യം പറയാത്തതിൽ എനിക്ക് കഠിനമായ വിഷമമുണ്ടായിരുന്നു. പക്ഷേ വാസുവേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, രാമേട്ടൻ ഒരു നോക്ക് കണ്ടാൽ മതി, ആ പെണ്ണിന് പിന്നെ പരിശുദ്ധി ഉണ്ടായിരിക്കില്ലെന്ന്. രാമേട്ടന്റെ മാളിയിൽ ഒരു രാത്രി കഴിഞ്ഞോളാം ഞാൻ. എന്നെ വാസുവേട്ടൻ സംശയിക്കുമെന്ന് ഭയന്നു. രാവണന്റെ കൊട്ടാരത്തിൽ എത്ര രാത്രികൾ കഴിഞ്ഞോളാണ് സീത. എന്നിട്ട് സീതയ്ക്ക് പരിശുദ്ധി നഷ്ടമായോ? പക്ഷേ സീത രാമനോട് ഒന്നും ഒളിച്ചിരുന്നില്ല. രാമൻ അറിയാത്തതായി ഒന്നും സീതയ്ക്ക് ഇല്ലായിരുന്നു. എന്നാൽ തന്റെ സ്ഥിതി അതല്ല. ഉണ്ണിമയുടെ നേർക്ക് വാസുദേവൻ കൈ ചൂണ്ടി. ബാലേക്ക് പോയിരുന്ന കാര്യം പോലും നീ എൻ്റെ അടുത്ത് ഒളിച്ചിരുന്നു. ദൈവം അതെന്നെ കാട്ടിത്തരികയായിരുന്നു. പിന്നീട് മൊല്ലാക്ക എന്ന പാട്ടുകാരന്റെ കാര്യം, അയാളോടൊപ്പം ജീവിക്കാൻ പോലും കൊതിച്ചവളാണ് നീ. അതും നീ എൻ്റെ അടുത്ത് ഒളിച്ചു. ഒടുവിൽ ഇത് ഇങ്ങനെയൊരു സാഹചര്യം വന്നില്ലായിരുന്നെങ്കിൽ, ഞാൻ വെട്ടിത്തുറന്ന് ചോദിച്ചില്ലായിരുന്നെങ്കിൽ നീ എൻ്റെ അടുത്ത് ഇപ്പോഴും പറയില്ലായിരുന്നു. സത്യം ഞാൻ നിഷേധിച്ചില്ലല്ലോ വാസുവേട്ടാ. വേണമെങ്കിൽ എനിക്ക് എതിർക്കാമായിരുന്നല്ലോ. എതിർത്താൽ വില പോയില്ലെന്ന് നിനക്കറിയാം. മൂന്നാമത് ഒരു കക്ഷി കൂടി സാക്ഷിയായിട്ടുണ്ടല്ലോ. ശത്രുവിനോടെന്ന പോലെ എന്നോട് ഇങ്ങനെ സംസാരിക്കില്ല വാസുവേട്ടാ. എനിക്ക് സഹിക്കുന്നില്ലടി. ക്ഷോഭം കൊണ്ടും സങ്കടം കൊണ്ടും വാസുദേവൻ വിങ്ങിപ്പൊട്ടി. ഒരു മനുഷ്യ സ്ത്രീയായല്ല നിന്നെ ഞാൻ കണ്ടത്. നന്മയുടെ ദേവതയായിട്ടാ. നീ പറയുന്നതായിരുന്നു എനിക്ക് വേദവാക്യം. നീ അറിയാത്ത ഒരു രഹസ്യം എനിക്കില്ലായിരുന്നു. ആദ്യം മാത്രം തന്നെ എന്നെ സംബന്ധിച്ച് എല്ലാം നല്ലതും ചീത്തയും തിരിയാതെ നിന്റെ മുന്നിൽ ഞാൻ തുറന്നു വെച്ചു. പക്ഷെ നീയോ മനഃപൂർവ്വമല്ലേ രാമനാഥൻ നിന്നെ എന്റെ തലയിൽ കെട്ടിവെച്ചത്. മാസം തികഞ്ഞതിനു മുമ്പേ നീ പൂർണ്ണ വളർച്ചയുടെ കുട്ടിയെ പ്രസവിച്ചു. രാമനാഥന്റെ കുട്ടിയെ. വാസുവേട്ടാ. ഉണ്ണിമ എഴുന്നേറ്റ് വാസുദേവന്റെ വായ്പൊത്തിപ്പിടിച്ചു.
മഹാപാപം പറയരുത്. തെറ്റിദ്ധാരണയുടെ പേരിലായാലും സ്വന്തം മകന്റെ പിതൃത്വം നിഷേധിക്കരുത്. ഞാൻ പുറത്താലും പിന്നീട് വാസുവേട്ടന് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എങ്കിൽ ഞാൻ ആ പരീക്ഷണത്തിന് തയ്യാറല്ല. ഉണ്ണിമ മുഖം കുനിച്ചു. തീയിൽ ചാടിയാൽ ദഹിക്കാതെ രക്ഷപ്പെടാനുള്ള സിദ്ധിയൊന്നും എനിക്കില്ല. ആ സിദ്ധിയാണ് ചാരിത്രമെന്നും ഞാൻ കരുതുന്നില്ല. വാസുവേട്ടൻ എന്നെ ഉപേക്ഷിച്ചോളൂ. നേരമൊന്ന് പുലർന്നോട്ടെ. എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം. എന്നിട്ട് എന്നിട്ട് എന്ത് സംഭവിക്കുമെന്ന് വാസുവേട്ടൻ അറിയണ്ട. രാമനാഥൻ നിന്നെ കൈയേൽക്കുമോ? രാമനാഥനല്ല എന്റെ ദൈവം. ചോദിച്ച മണ്ടത്തരത്തിന് മാപ്പ്. കയ്യേൽക്കാനുള്ള മനസ്സുണ്ടായിരുന്നെങ്കിൽ രാമനാഥൻ നിന്നെ എന്റെ തലയിൽ കെട്ടിവെക്കുമായിരുന്നില്ലല്ലോ, ഇല്ലേ? അധികം പറയില്ലേ വാസുവേട്ടാ. എത്രയൊക്കെയായാലും എന്റെ ഉള്ളിൽ ഇപ്പോഴും വാസുവേട്ടനായില്ല. മരിക്കോളം അങ്ങനെയായിരിക്കണമെന്ന് എനിക്കുമുണ്ട്. അതുകൊണ്ട് നേരം പുലരുവോളം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞോട്ടെ. തുടരും. അപ്പം നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. താങ്ക്